ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പാലപ്പമായിട്ടാണ്. അപ്പോൾ ഈ പാലപ്പത്തിന് നമ്മൾ അരി അരയ്ക്കുകയോ കുതിർക്കുകയോ അതുപോലെ അരിപ്പൊടിയുടെ ആവശ്യം ഒന്നും തന്നെയില്ല. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് എങ്ങനെ പാലപ്പം തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് വറുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ നമ്മൾ ആ പാക്കറ്റിൽ നിന്ന് എടുത്തേക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തേങ്ങയാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അളവ് എടുത്തിരിക്കുന്നത്. അതായത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിനകത്ത് അതുപോലെ തന്നെ 1/4 കപ്പിൻ്റെ, അപ്പം 1/4 കപ്പ് ആവുമല്ലോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അമർത്തി എടുത്തേക്കുന്ന 1/4 കപ്പ് തേങ്ങയാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പാലപ്പത്തിന് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സാധാരണയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, ആക്റ്റീവായിട്ടുള്ള ഈസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയുള്ള സമയത്ത് ചൂടുവെള്ളത്തിൽ, അതായത് ഇളം ചൂടുവെള്ളത്തിൽ അതൊന്നൊന്ന് അലിയിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂണ്, അത് ഞാൻ മെഷറിംഗ് കപ്പ് അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 1/2 ടീസ്പൂണ് ഈസ്റ്റാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1 കപ്പ്, അതുകൊണ്ടാണ് ഞാൻ മെഷറിംഗ് കപ്പ് തന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്ലാസിൻ്റെ കണക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് മെഷറിംഗ് കപ്പ് തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയാണ്. അപ്പം ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തു വെച്ചിരുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോറൂടെ ആവശ്യമുണ്ട്. അത് നമ്മൾ സാധാരണ മട്ടേരി ഉണ്ടല്ലോ, അതിൻ്റെ ചോറാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. അത് ഞാൻ 1/2 കപ്പ് ചോറാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ 2 കപ്പ് വെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ 1 കപ്പ് ഒഴിച്ചു. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് കൂടെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അരച്ചിരുന്ന സമയത്ത് ഇത്തിരി കൂടെ ഒന്ന് മാവ് ലൂസാവാൻ വേണ്ടി ഒരു 1/2 കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നത്. കണ്ടില്ലേ, ഇപ്പം ഞാൻ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തിലാണ് നമുക്ക് മാവ് എടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്നതനുസരിച്ച് വേണം വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ അരയ്ക്കാം, അല്ലാതെ ഒന്നിച്ച് ആ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് 1.5 കപ്പ് അല്ല 1.25 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളായിരിക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾ അരച്ചതിന് ശേഷം, അതായത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള അളവ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 8 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 8 മണിക്കൂറായിട്ടുണ്ട്. കണ്ടില്ലേ, മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. നമുക്കിതൊരു തവി വെച്ച് ആടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മാവ് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചിലപ്പോൾ വെള്ളം മുകളിലും മാവ് താഴെയായിട്ടും വന്ന് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇതുപോലെ അടി ചേർത്ത് ഇളക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ടേസ്റ്റ് അനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ അടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി മാവ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ അപ്പം ചുടുന്ന ആ പാത്രമില്ലേ, അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം.
അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ചുറ്റിച്ച് അപ്പം ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ സാധാരണ പാലപ്പം ചുടുന്ന പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല പോലെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഇപ്പം തന്നെ നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മിനിറ്റ് അല്ല 1.5 മിനിറ്റ് നേരെങ്കിലും നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള ഈ പാലപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. കണ്ടില്ലേ, സാധാരണ നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ പാലപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ അരിപ്പൊടി വെച്ച് അരിമാവ് വെച്ചോ അല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് നമ്മൾ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാരണ അതേ സ്റ്റെപ്പ് തന്നെയാണ്. കണ്ടില്ലേ, നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ്, നല്ല നടുഭാഗം നല്ല സോഫ്റ്റും ചുറ്റിനും നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പാലപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള മാവും അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഗോതമ്പൊടി വെച്ച് നമ്മൾക്ക് ഈ പാലപ്പം ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേപോലെ സോഫ്റ്റായിട്ടും സൈഡ് നന്നായിട്ട് മുരിഞ്ഞും തന്നെ നമുക്ക് കിട്ടും. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ പാലപ്പം പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. പിന്നെ കളറിന് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. പിന്നെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ഈ പാലപ്പം തനിയെ കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ചെറിയൊരു കയ്പ്പ് രസം എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗോതമ്പൊടിയുടെ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ഗോതമ്പൊടി വെച്ചും ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കി. അപ്പോഴും ആ ചെറിയൊരു കയ്പ്പ് രസം എനിക്ക് തോന്നി, അതായത് പാലപ്പം തനിയെ കഴിക്കുമ്പോൾ. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിലോ, മുട്ടക്കറിയോ നല്ല അല്ലാത്ത സ്റ്റൂ ഒക്കെ അല്ലേ, അതിട്ട് കൂട്ടി കഴിച്ചപ്പോൾ വളരെ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ അത് ഒറ്റയ്ക്ക് കഴിച്ചപ്പം ചെറിയൊരു കയ്പ്പ് രസമായിട്ട് എനിക്ക് തോന്നി. അല്ലാതെ കറി കൂട്ടി കഴിച്ചപ്പോൾ ഒട്ടും തന്നെ കയ്പ്പൊന്നും തോന്നിയില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ എപ്പോഴും പാലപ്പം കറി കൂട്ടാതെയാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ഇവിടെ വീട്ടിൽ എല്ലാവരും കഴിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം ഈ പാലപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കഴിക്കരുത്, എപ്പോഴും നിങ്ങൾ കറി കൂട്ടി കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എനിക്ക് തോന്നിയതല്ല, വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞാൽ തനിയെ കഴിച്ചപ്പോൾ ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും നിങ്ങൾ കറി കൂട്ടി കഴിക്കാൻ വേണ്ടി നോക്കുക. കറി കൂട്ടി കഴിച്ചപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം എന്നോട് പറയുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സൈഡിലുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.